അപ്പോൾ തുടങ്ങാം. പുള്ളിക്കാരി ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ എന്നുള്ള ഈ ഒരു സാധനമൊക്കെ ഇട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചരിഞ്ഞ് പോകുന്നു. ആഹാ അത് കൊള്ളാം, രാവിലെ ആരെങ്കിലും കാശ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേണ്ടെന്ന് പറയുമോ? പെട്ടെന്ന് എൻ്റെ അമ്മ ഭീകരമായിട്ട് അവിടെ നിലവിളിക്കുന്നു. അയ്യോ ഓടിവായോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നു. നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കൂടുന്നു. ദൈവമേ എന്നെ അങ്ങ് വിളിച്ചേക്കണേ എന്നെല്ലാം പറഞ്ഞ് പുള്ളിക്കാരി സമാധാനമായിട്ട് ഇത് എടുക്കുന്നു, പഴം എടുത്ത് വായിലേക്ക് ഇടുന്നു. അപ്പോൾ തുടങ്ങാം. പണ്ടൊരിക്കലും എൻ്റെ അപ്പൻ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോവുകയാണ്. ഇത് പുള്ളി കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പുള്ള കാലമാണ്, അതായത് 80s ഒരു കാലഘട്ടമാണ്. അപ്പോൾ പുള്ളി രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി വീടിന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് പുള്ളിയുടെ അമ്മ, അതായത് ഞങ്ങളുടെ ഗ്രാൻഡ് മദർ സൈക്കോ ഗ്രാനി, പതുക്കെ ഇങ്ങോട്ട് വന്നിട്ട് പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, മോനെ മഹാദേവൻ മരിച്ചു പോയിടാന്ന് പറഞ്ഞു. അപ്പോൾ പോകാനുള്ള തിരക്കുകൊണ്ട് പുള്ളി മമ്മിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അമ്മ പോയിട്ട് പോയി, എനിക്ക് പോകാൻ സമയമില്ല, എനിക്കിന്ന് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി പോക്കറ്റിലിരുന്ന് 10-20 രൂപ എടുത്ത് കൊടുക്കുകയും ചെയ്തിട്ട് പുള്ളി അങ്ങ് പോവുകയും ചെയ്തു. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. വൈകുന്നേരം പുള്ളി തിരിച്ചു വന്നതിന് ശേഷം വൈകുന്നേരം ഇങ്ങനെ ഈ ഡിന്നറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായപ്പോൾ പുള്ളി പെട്ടെന്ന് ഇത് ഓർത്ത് കഴിഞ്ഞ ഉടനെ പുള്ളി പറഞ്ഞു, അമ്മ രാവിലെ ആര് മരിച്ച കാര്യമാണ് പറഞ്ഞത്, എനിക്കാണെങ്കിൽ രാവിലെ ഒട്ടും നേരമില്ലായിരുന്നു, പെട്ടെന്ന് ഈ മഹാദേവൻ എന്നുള്ള പേര് കേട്ട് എനിക്ക് ആളെ മനസ്സിലായില്ല, ഞാൻ ഇന്നത്തെ ദിവസം മുഴുവൻ ആലോചിക്കുക എന്ത് ആരായിരുന്നു എനിക്ക് പിടികിട്ടുന്നുമില്ലായിരുന്നു, ആരായിരുന്നു ശരിക്കും അതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി മറുപടിയായിട്ട് ചോദിച്ചു, നീ എന്തിനാ അത് ആലോചിച്ചുകൊണ്ടിരുന്ന, മഹാദേവനെ നീ അറിയാൻ ഒരു സാധ്യതയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിച്ചു, അത് തന്നെ ചോദിച്ചാൽ ഇപ്പോൾ പിന്നെ ആരാ ഈ മഹാദേവൻ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി വളരെ കൂളായിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ വായിക്കുന്ന മനോരാജ്യം എന്ന് പറയുന്ന മാഗസിനിലെ ഒരു നോവലിൻ്റെ അകത്തെ നായകൻ്റെ പേരാണ് മഹാദേവൻ എന്ന്. ഉടനെ പുള്ളിക്ക് ചിരിക്കണോ ദേഷ്യപ്പെടണോ എന്ന് അറിയാമല്ലോ. പുള്ളി ചോദിച്ചു, ആഹാ നോവൽ വായിച്ച് അതിനകത്തെ കഥാപാത്രം മരിച്ചതിനാണോ നിങ്ങൾ രാവിലെ എൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി ഒരു പക്ക ഇന്നസെൻസ് ഇല്ല, ആഹാ ഇത് കൊള്ളാം, രാവിലെ ആരെങ്കിലും വന്നിട്ട് കാശ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വേണ്ടാന്ന് പറയുമോ, ഉത്തരം മുട്ടി എന്ന് പറയുന്ന ഒരു ഇന്നസെൻറ്റ് രീതിയിൽ പുള്ളിക്കാരിയുടെ മറുപടി വരുന്നു. ഇത്തരത്തിലുള്ള ഒത്തിരി അധികം സംഭവങ്ങളുടെ ഉറവിടമായിരുന്നു ഞങ്ങളുടെ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത്. ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പുള്ളിക്കാരുടെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഓർമ്മ വരികയാണ്. എന്നിരുന്നാലും ഞാൻ അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് ഈ കഥകൾ തന്നെയായിപ്പോവും. അതുകൊണ്ട് പുള്ളിക്കാരിയുടെ ഒരുപാട് ഭീകരമല്ലാത്ത ലൈറ്റർ ആയിട്ടുള്ള ഒരു 2 സംഭവം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ സംഭവം കഴിഞ്ഞ് കുറേയും കൂടെ കാലങ്ങൾ കഴിഞ്ഞൊരു കാലത്ത് എൻ്റെ വീടിൻ്റെ പുറകിലായിട്ട് എൻ്റെ അമ്മയും എൻ്റെ ഗ്രാൻഡ് മദറും കൂടെ നിൽക്കുകയാണ്. എൻ്റെ അമ്മയ്ക്ക് വീടിൻ്റെ പുറകിലായിട്ടൊരു പച്ചക്കറിത്തോട്ടമുണ്ട്. അപ്പോൾ അവിടെ എന്തോ പറിക്കുകയും നടുവും ഒക്കെ ആയിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ അമ്മ ഭീകരമായിട്ട് അവിടെ നിന്ന് നിലവിളിക്കുന്നു. അയ്യോ ഓടിവായോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നു. നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കൂടുന്നു. മമ്മിക്ക് എന്തോ പറ്റി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അമ്മ ബഹളം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ പെട്ടെന്ന് എത്തി. പക്ഷേ ആൾക്കാരെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് അവരെല്ലാം ഒരു വിചിത്രമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. അവർക്കൊക്കെ ഒരുമാതിരി ദേഷ്യം വരുന്നു, ചൂടാകാൻ തോന്നുന്നു, ഇതെന്ത് തേങ്ങാന്നുള്ള രീതിയിലുള്ള എക്സ്പ്രഷനൊക്കെ ആയിട്ട് ആൾക്കാർ നിൽക്കുകയാണ്. കാരണം അവർ വരുമ്പോൾ അവർ കാണുന്നത് എൻ്റെ അമ്മ ഇങ്ങനെ മുഖം പുത്തി ഇങ്ങനെ ചിരി സഹിക്കാൻ മേലാതെ വീണ്ടും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഗ്രാൻഡ് മദർ ആണെങ്കിൽ ആ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെയ്യാതിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ആളുകൾ പല രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇവരൊരുമാതിരി പുലി വരുന്നേ പുലി എന്നുള്ള രീതിയിൽ ഒച്ച വെച്ച് നമ്മളെയൊക്കെ എന്തിനാണ് വിളിച്ചതെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ അമ്മായിയമ്മയ്ക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം പറ്റിയതിന് ഈ പുള്ളിക്കാരി ഇവിടെ നിന്ന് ചിരിക്കുകയാണ്, ഇവരെന്തോ ക്രൂര മനസ്സുള്ള സ്ത്രീയാണ് എന്നൊക്കെ പറയുന്നു. ചിലവർ അമ്മായിയമ്മ പുള്ളിക്കാരി എന്തോ കാണിച്ചിട്ട് അത് നാട്ടുകാരെയും കൂടെ വിളിച്ച് കാണിക്കുകയാണ്, സൈക്കോ പെമ്പർനോത്തി എന്നുള്ള രീതിയിൽ ചില ആളുകൾ പറയുന്നു. എന്നിരുന്നാലും അന്വേഷിക്കാൻ വേണ്ടി ഓടി വന്നതല്ലേ എന്ന് വിചാരിച്ചാൽ ചില ആളുകൾ ചോദിച്ചു, എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി ഒരുവിധം ചിരി അടക്കി പിടിച്ചിട്ട് മറുപടി പറഞ്ഞു. അതായത് ഇവർ രണ്ടുപേരുടെ പച്ചക്കറി തോട്ടത്തിൽ എന്തോ ചെറിയ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പുള്ളിക്കാരി ഗ്രാൻഡ് മദറിനെ നോക്കുമ്പോൾ കാണുന്നത് പുള്ളിക്കാരി ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ എന്നുള്ള ഈ ഒരു സാധനമൊക്കെ ഇട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചരിഞ്ഞ് പോകുന്നു. അത് കണ്ട് പുള്ളിക്കാരി എൻ്റെ അമ്മ ഓടിച്ചെന്ന് ഗ്രാൻഡ് മദറിനെ പിടിക്കാനൊക്കെ ശ്രമിക്കുന്നു. അപ്പോഴും പുള്ളിക്കാരി ഇത് തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇവർ ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കുകയും നാട്ടുകാരെ വിളിച്ചു കൂട്ടുകയും ചെയ്തത്. അങ്ങനെ നാട്ടുകാർ ഓടി വരുന്ന സമയത്ത് എൻ്റെ അമ്മ നിർത്താതെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആളുകളൊക്കെ ഓടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഗ്രാൻഡ് മദർ പതുക്കെ എൻ്റെ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ പതുക്കെ മുറുക്കെ പിടിച്ചിങ്ങനെ വലിച്ചു. അപ്പോഴത്തേക്കും എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി എന്തോ അവസാനത്തെ ആഗ്രഹം എന്ത് പറയാൻ പോകുകയെന്ന് മനസ്സിലായി. എൻ്റെ അമ്മ പതുക്കെ ഇങ്ങനെ ചെവി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പുള്ളിക്കാരുടെ ചുണ്ടിനടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട്, മമ്മി പറയൂ, മമ്മിയുടെ അവസാനത്തെ ആഗ്രഹം പറയൂ എന്നുള്ള രീതിയിൽ വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞെരുങ്ങുന്നൊരു സൗണ്ടിൽ എൻ്റെ ഗ്രാൻഡ് മദർ പതുക്കെ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, പുകല ചുരുക്കിയതാണ്. അതായത് പേടിക്കാനൊന്നുമില്ല, പുകല ചുരുക്കിയതാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതായത് പുള്ളിക്കാരിക്ക് ഈ പുകല തിന്നുന്ന പരിപാടിയുണ്ട്. ഈ മുറുക്കുന്നതിന് പകരം പുകല എടുത്ത് ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ പുകലയിട്ട് ചവച്ചുകൊണ്ടിരുന്ന ഒരു ശകലം കൂടിപ്പോയി, അത് കയറി തലയ്ക്ക് പിടിച്ചിട്ട് പുള്ളിക്കാരിക്ക് ഒന്നും മേലാത്തൊരവസ്ഥയായിപ്പോയി. അതാണ് ഈ സംഭവം. അപ്പോഴാണ് പുള്ളിക്കാരി പെട്ടെന്ന് ഇങ്ങനെ വിറച്ചു പോയത്. പക്ഷേ അത് എൻ്റെ അമ്മ കാണുകയും അമ്മ ഇത്രയും വലിയ സീനാക്കുമെന്ന് പുള്ളിക്കാരി വിചാരിച്ചില്ല. ആൾക്കാരെല്ലാം ഓടി വരുമ്പോൾ എല്ലാവരും ഇത് അറിയുമല്ലോ. കൂടുതൽ
ആളുകൾ ഇത് അറിയണ്ട എന്ന് വിചാരിച്ച് ആളുകളെ വിളിച്ച് കൂട്ടണ്ട എന്ന് പറയാനാണ് പുള്ളിക്കാരി ശ്രമിക്കുന്നത്. പക്ഷേ ഈ കിക്ക് കാരണം ഉറക്കെ ഈ കാര്യം വിളിച്ച് പറയാനും സാധിക്കുന്നില്ല. ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആൾക്കാർ ഓടി വരികയും എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് പുള്ളിക്കാരി എന്തോ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ആളുകൾ വിചാരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഓടിക്കൂടിയ നാട്ടുകാർക്ക് എൻ്റെ ഗ്രാൻഡ് മദർ കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ പിടിക്കുന്ന പാർട്ടിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ചിരിച്ചു കോമഡിയാക്കി പുള്ളിക്കാരുടെ അടുത്ത് ഓക്കെ അല്ലേ എന്നെല്ലാം ചോദിക്കുകയും പുള്ളിക്കാരി ഒരു കള്ളച്ചിരിയിൽ പറഞ്ഞ് എല്ലാവരെയും തലകുലുക്കി കാണിക്കുകയും ചെയ്ത് ആ പ്രശ്നവും സോൾവ് ആക്കി വിട്ടു. ഇപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു കഥയും കൂടെ, അവസാനത്തെ ഒരു കഥയും കൂടെ പറയാം. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ കസിൻ റോബിൻ എന്ന് പറഞ്ഞിരുന്നു. ഈ റോബിൻ്റെ വീട്ടിൽ തന്നെ പുള്ളിക്കാരി നിൽക്കുന്ന ഒരു കാലം, ഒരു പ്രായം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഷോർട്ട് ടൈം മെമ്മറി ലോസ് വന്നു. അതായത് നമ്മുടെ ഗജനിയിലെ സൂര്യയ്ക്ക് വരുന്ന അതേ അസുഖം തന്നെ. ഒരു 10-15 മിനിറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ പുള്ളിക്കാരി ആദ്യം പറഞ്ഞ കാര്യം അങ്ങ് മറന്നുപോകും. സോ 15 മിനിറ്റ് മുമ്പ് പറഞ്ഞത് എന്താണോ അത് അതേ ഇൻറ്റൻസിറ്റിയിൽ തന്നെ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ തന്നെ പ്രായം ഒരു അത്യാവശ്യം കൂടിയ ഒരു 19 വയസ്സോളം ഒക്കെ ആകുകയും ചെയ്തു. അപ്പോൾ പുള്ളിക്കാരിക്ക് ആകെ പറയാൻ ഒരേ ഒരു കാര്യമുള്ളൂ, എൻ്റെ ഇവിടുത്തെ കച്ചവടമൊക്കെ കഴിഞ്ഞു, എനിക്കിനി കർത്താവിൻ്റെ അടുത്ത് പോകണം, കർത്താവ് എന്നെ അങ്ങ് വിളിക്കണേ, ഇത് തന്നെ ഇങ്ങനെ പറയും. 15 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അതേ ഇൻറ്റൻസിറ്റിയിൽ വീണ്ടും പറയും. ഇത് തന്നെ ഡെയിലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ റോബിൻ്റെ വീട്ടിൽ പുള്ളിക്കാരി ഇരുന്ന് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ റോബിൻ്റെ അമ്മ വന്നിട്ട് ഒരു പഴം കൊണ്ടുവന്ന് പുള്ളിക്കാരിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മമ്മി ഇതേ ഈ പഴവും കൂടെ കഴിക്കുക, ചോറാകുമ്പോഴത്തേക്കും വിളിക്കുക എന്ന് പറഞ്ഞു. പുള്ളിക്കാരി നേരെ ഈ പഴം ഇങ്ങോട്ട് എടുക്കുന്നു, പഴം ഇങ്ങനെ ഉരിയുന്നു. ഈ ഉരിയുന്ന സമയത്തും വീണ്ടും മറ്റേ കാര്യം തന്നെ പറയുകയാണ്, ദൈവമേ എന്നെ അങ്ങ് വിളിച്ചേക്കണേ എന്നെല്ലാം പറഞ്ഞ് പുള്ളിക്കാരി സമാധാനമായിട്ട് ഇത് എടുക്കുന്നു, പഴം എടുത്ത് വായിലേക്ക് ഇടുന്നു. ഈ വായിലേക്ക് ഇടുന്ന സമയത്ത് ഈ മുറിച്ച് ഇട്ട പീസ് ഒരു ശകലം വലുതായിപ്പോയി. ഇത് നേരെ പുള്ളിക്കാരിയുടെ തൊണ്ടയിൽ അങ്ങോട്ട് തൊണ്ടയിൽ കുരുങ്ങിയും പുള്ളിക്കാരി മരണവെപ്രാളം കാണിക്കാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇടിക്കാൻ തുടങ്ങി, എന്ന് പറഞ്ഞ് ഒച്ചയൊക്കെ വയ്ക്കാൻ തുടങ്ങി. ഉടനെ തന്നെ ഇവൻ്റെ അമ്മ ഓടി വരുന്നു. പുള്ളിക്കാരി ഇത് കാണുന്നു, കാര്യം മനസ്സിലായി. പെട്ടെന്ന് ഈ കഴുത്തേലൊക്കെ തട്ടുകയൊക്കെ ചെയ്ത് ഒരുവിധം ഈ സാധനം തുപ്പിക്കളഞ്ഞു. അതോടെ ആശ്വാസമായി, കുഴപ്പമൊന്നുമില്ല, സേഫായി. ആ ഒരു സെക്കൻഡിൽ പുള്ളിക്കാരി നേരെ തലയൊക്കെ കുലുക്കിയതിന് ശേഷം നേരെ മുകളിലോട്ടും നോക്കിയിട്ട് ഒരൊറ്റ ഡയലോഗാണ് കർത്താവിനോട് ഡയറക്റ്റ്, കർത്താവേ നീ പറഞ്ഞ ഉടനെ എന്നെ അങ്ങ് വിളിക്കുകയാണോ? ഇതാണ് പുള്ളിക്കാരി തൊണ്ടയിൽ പഴം കുരുക്കി കഴിഞ്ഞപ്പോൾ ഉള്ള ഡയലോഗ്. അതുവരെ പുള്ളിക്കാരിക്ക് എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ അടുത്ത് പോയാൽ മതിയെന്നായിരുന്നു. കർത്താവ് ചാൻസ് കൊടുത്തപ്പോൾ പുള്ളിക്കാരിക്ക് പോകണ്ട. എനിവേസ് പിന്നെയും കുറേ കാലം കൂടിയൊക്കെ പുള്ളിക്കാരി ജീവിച്ചു. പുള്ളിക്കാരിയുടെ അവസാന കാലം വരെ നല്ല ആരോഗ്യമുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ ഈ ഒരു മറവിയുടെ പ്രശ്നവും ചെറിയ കേൾവിയുടെ പ്രശ്നമൊക്കെ വന്നെന്നൊഴിച്ചാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ സമാധാനപരമായിട്ട് ജീവിച്ച് ഈ ലോകം വിട്ടു പോവുകയാണ് പുള്ളിക്കാരി ചെയ്തത്. ഇനിയും ഇതിൻ്റെ അപ്പുറത്തെ എക്സ്ട്രീം പരിപാടികൾ പുള്ളിക്കാരി കാണിച്ച ഒരുപാട് സംഭവങ്ങളുണ്ടെങ്കിലും ഞാൻ ഇനിയും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ഈ കഥകൾ തന്നെ പറയുന്നില്ല. മറ്റൊരവസരത്തിൽ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് പുള്ളിക്കാരിയുടെ ബാക്കി കഥകളെക്കുറിച്ച് പറയാം. ആൻഡ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഞാൻ ഈ കഥകൾ ഇങ്ങനെ പറയാൻ ഒരുപാടധികം കാരണങ്ങളുണ്ട്, എന്നെ അതിനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന പല കാരണങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഓർമ്മയിൽ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് കഥകൾ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഈ സൈക്കോ ഗ്രാനിയായിരുന്നു. ROSA നമ്മുടെ AA കാരിയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ കഥ പറച്ചിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആകെ ഒരു 5-6 കഥയെ കയ്യിലുള്ളൂ. പക്ഷേ ഈ കഥ പറയുമ്പോൾ ഇപ്പോൾ സിംഹത്തിൻ്റെ കഥ പറയുന്നു, സിംഹത്തിൻ്റെ കയ്യിൽ മുള്ളു കൊണ്ടു എന്ന കഥയാണ് പറയുന്നതെങ്കിൽ പുള്ളിക്കാരി കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ പിടിച്ചതിന് ശേഷം മുള്ളിങ്ങനെ കൊണ്ടു, മുള്ളിനെ ഇങ്ങനെ എടുത്തു, എന്നിട്ട് ഇങ്ങനെ പഴുപ്പിനെ ഞെക്കി കളഞ്ഞു, ഇങ്ങനെ നമ്മുടെ കയ്യിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷനും കൂടെ കാണിക്കും. സോ ഒരു വിഷ്വൽ ലാംഗ്വേജ് ഉള്ള രീതിയിലായിരുന്നു പുള്ളിക്കാരി കഥകൾ പറഞ്ഞിരുന്നത്. സോ എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് ഞാൻ കേട്ട കഥ പറച്ചിൽ ഒരുപക്ഷെ പുള്ളിക്കാരിയുടെ ആയിരിക്കും. ADHDയും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒക്കെ പോലത്തെ സാധനങ്ങൾ പുള്ളിക്കാരിയിൽ നിന്ന് ഇൻഹെറിറ്റ് ആയി കിട്ടിയ കൂടെ ചിലപ്പോൾ ഇങ്ങനെ ഒരു സാധനവും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. സോ എനിവേ ഞാൻ ഈ കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോയിലും മുമ്പത്തെ വീഡിയോയിലും റോബിൻ എന്ന് പറയുന്ന ഒരു കസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകളുണ്ട്. അതിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന ഒരു ഓർമ്മയുണ്ട്. ഞാനും അവനും കൂടെ ഒരു ഹോട്ടലിൽ പോയി ഒരു ഭക്ഷണം കഴിച്ച ഒരു ഓർമ്മയുണ്ട്. എനിക്ക് സംശയമില്ലാതെ പറയാൻ പറ്റും, ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം ഞങ്ങൾ രണ്ടുപേരുടെ പോയി കഴിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഹോട്ടലിൽ നിന്ന് കഴിച്ചതായിരുന്നു എന്ന്. ആ ഹോട്ടൽ ഏതായിരുന്നുവെന്നും അത് എന്തുകൊണ്ടാണ് അത്ര ടേസ്റ്റി ആയതെന്നും ഉള്ള കഥകൾ ഇനി ഞാൻ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാം. സോ ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഇസ് യുവർ നെയ്ബർ മല്ലു RJ ഷെറിൻ സൈനിങ് ഓഫ്.